ഹായ് ഗായ്സ്, ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങൾ എഴുതിയ +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ റിസൾട്ടിന്റെ ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ലെങ്കിലും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡേറ്റ് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ആ ഡേറ്റ് മെയ് 5-ാം തീയതിയാണ് കേട്ടോ. അതായത് ഇന്ന് മെയ് 2-ാം തീയതിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. മെയ് 5-നാണ് നമുക്ക് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അൺഒഫീഷ്യൽ ആണെങ്കിൽ പോലും നിങ്ങളുടെ +2 റിസൾട്ട് മെയ് 18-നാണ് എന്നുള്ള ഒരു കരക്കമ്പി എന്തുണ്ട് നമ്മളെ എയറിലുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസും കൂടി ഞാൻ പറഞ്ഞു തരാം. എഡ്യൂപോർട്ട് ഈ വർഷം നിങ്ങൾ നീറ്റോ അല്ലെങ്കിലോ ജെഇഒ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ട് എഡ്യൂപോർട്ടിന്റെ കൂടെ പഠിക്കാൻ ഒരു അവസരം ഞങ്ങൾ തന്നിരുന്നു. +1 മാർക്കിന്റെ ബേസിൽ ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു? ഒരു സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തിരുന്നു. അത് ഇംപ്രൂവ്മെന്റിന് ശേഷവും ഞങ്ങൾ അതേ സ്കോളർഷിപ്പ് തുടരുകയാണ്. +1 ഇംപ്രൂവ്മെന്റിന് ശേഷവും ഞങ്ങൾ ആ പ്രഖ്യാപിച്ച മാർക്കിൽ നിന്ന് ഒരു അടി പോലും ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ നിങ്ങൾക്ക് 240-ൽ എത്രയാണോ മാർക്ക് കിട്ടിയത് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എഡ്യൂപോർട്ടിന്റെ സ്കോളർഷിപ്പോട് കൂടി നീറ്റ് ജെഇ എഡ്യൂപോർട്ടിന്റെ കൂടെ പഠിക്കാം. റെസിഡൻഷ്യൽ ആയിട്ട് 240-ൽ 240 ആഫ്റ്റർ ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ പോലും ഞങ്ങൾക്കറിയാം അത് ഒരു ഡേഞ്ചറസ് മൂവ് ആണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. കാരണം ഒരുപാട് പേർക്ക് മാത്സ് ഇംപ്രൂവ്മെന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അത് സത്യത്തിൽ ഒരു ഹാപ്പി ന്യൂസ് ആണ്. നിങ്ങൾക്ക് മാത്സിന് അല്ലെങ്കിൽ ടോട്ടൽ മാർക്ക് കൂടാൻ നല്ല കാര്യമാണ്. പക്ഷേ ഞങ്ങൾ അത്രയും പേർക്ക് സ്കോളർഷിപ്പ് തരാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ ബേർഡൻ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ അത് എന്ത് ചെയ്തു? ഞങ്ങൾ ബിയർ ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളത് നിങ്ങൾക്ക് തന്ന വാക്കാണ്. അപ്പോൾ ഇംപ്രൂവ്മെന്റിന് ശേഷവും എന്ത് ചെയ്യുന്നുണ്ട്? ഇതേ എന്ത് ചെയ്യും? ഇതേ ഒരു മാർക്ക് സ്കീം തന്നെ ആയിരിക്കും. 240-ൽ 240 ആണെങ്കിൽ നിങ്ങൾക്ക് 100% കോഴ്സ് ഫീ ഫ്രീ ആണ്. 239 ആണെങ്കിൽ 75%, 238 ആണെങ്കിൽ 50%, അങ്ങനെ ബാക്കിയൊക്കെ 220 ആണെങ്കിൽ മുകളിലാണ് നിങ്ങൾക്ക് 10% ആണ് കോഴ്സ് ഫീസിൻ്റെ കേസിൽ കേട്ടോ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? +2വിന് ശേഷമുള്ള +2വിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടും നീറ്റ് അല്ലെങ്കിൽ ജെഇ റിസൾട്ട് വെച്ചിട്ടും അല്ലെങ്കിൽ 6-ാം തീയതി മെയ് 6-ന് നടക്കാൻ പോകുന്ന എഡ്യൂപോർട്ടിന്റെ ഇസാറ്റ് സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്. എന്നാണ് ഡേറ്റ്? മെയ് 6-ന്. ആ ഇസാറ്റ് എക്സാം നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ വെക്കാം. അത് ത്രൂ ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. സോ ഇതിൽ ഏതാണോ സ്കോളർഷിപ്പ് അതിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ ഡോണ്ട് വറി. ചിലപ്പോൾ +1 ബേസ് ആയിരിക്കും, ചിലപ്പോൾ +2 ബേസ് ആയിരിക്കും, ചിലപ്പം നീറ്റ് ജെഇ മാർക്ക് ബേസ്ഡ് ആയിരിക്കും, ചിലപ്പോൾ ഇസാറ്റ് ബേസ്ഡ് ആയിരിക്കും. സോ ഇതിൽ ഏതാണോ ചിലപ്പോൾ ഒന്നിൽ 10% ആയിരിക്കും, മറ്റിൽ 20% ആയിരിക്കും. അപ്പോൾ അതിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യുക 20% ആണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് കിട്ടുന്നതായിരിക്കും ഞങ്ങൾ കൺസിഡർ ചെയ്യുക. സോ നിങ്ങൾക്ക് അതുപോലെ ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവിടെ കിടക്കുകയാണ്. സോ മെയ് 6-ന്റെ ഇസാറ്റ് എക്സാം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയത് താഴെ ലിങ്ക് ഞാൻ വെക്കാം. സോ സ്റ്റേ ട്യൂൺ. നിങ്ങൾ എല്ലാവരും മാർക്ക് ഇംപ്രൂവ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ആശംസിക്കുകയാണ്.